ഒന്ന് പോടി, ഓരോന്നും പറഞ്ഞുണ്ടാക്കാതെ. അവളത് പറഞ്ഞതും മുകളിൽ നിന്നും താത്താ താത്താന്ന് ഒരു വിളി ഞാൻ കേട്ടു. എടി, ആ ചെക്കൻ വിളിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാടി അവൻ്റെ മുഖത്ത് നോക്കുക? അതൊന്നും നീ നോക്കണ്ട, നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. ശരിയടി, ഞാനെന്നാ പോയി നോക്കട്ടെ. ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഞാൻ അവളെ വിളിച്ചത്. പക്ഷേ അവളുടെ അടുത്തൊന്നും ഞാൻ വിചാരിച്ച പോലെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല, അവൾ ഇപ്പോഴും എന്നെ കത്രിക പരിപാടിക്ക് ക്ഷണിക്കുകയാണ്. പണ്ട് മുതലേ അവളൊരു കോഴിയാണ്. അവൾക്ക് പൂവനോ പെടയോ അങ്ങനെ ഒന്നുമില്ല. ആരെയും നോക്കും. വെറും നോട്ടം മാത്രമല്ല കേട്ടോ, തൂക്കവും ഭാരവും അവൾ അളന്നെടുക്കും. പല സാഹചര്യത്തിലും പലതും പറഞ്ഞ് എന്നെ കുറെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആ ഒരു മോഹം മനസ്സിൽ കയറാത്തതുകൊണ്ട് പല രീതിയിലും ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. പക്ഷേ അവളിപ്പോഴും പലതും ഒപ്പിക്കുന്നുണ്ട്. ഒരൈഡിയയും കിട്ടാതെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്ക് ചെന്നു. ഇത്താ, ഫൈസലിനെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. എന്നാ മറ്റേ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ? ഞാൻ മുഖത്ത് നോക്കാതെ പലയിടത്തായി നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. അതിത്താ, അവൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. ഇത്തൊന്ന് വിളിച്ചിട്ട് ഫോൺ തരോ? 2-3 സാധനങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണമായിരുന്നു. അവൻ്റെ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഇനി അവൻ കാര്യമായി പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫോൺ നമ്പർ വാങ്ങി വല്ല നമ്പർ ഒപ്പിക്കാനാണോ? ഞാൻ പതിയെ താഴേക്കിറങ്ങാൻ തുടങ്ങി. താഴേക്കിറങ്ങി റൂമിലേക്ക് ചെന്നപ്പോൾ കുട്ടി ഫോണുമായിരിക്കുന്നു. കുട്ടിയുടെ കയ്യിൽ നിന്നും ഓരോന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കൈക്കലാക്കി. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു വിങ്ങലായിരുന്നു. മറുവശം ആലോചിക്കുമ്പോൾ ഉള്ളിൽ പല ആഗ്രഹങ്ങളും പൊട്ടി വിരിയുന്നുണ്ടോ എന്നും തോന്നിപ്പോയി. എന്തായാലും അവൻ ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നും വെച്ച് ഞാൻ ഫോണുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു. ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കാല് വെച്ചതും മുറ്റത്ത് ബൈക്ക് വന്നതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. നിങ്ങളിത് എങ്ങോട്ടാ? സ്റ്റെപ്പ് കയറാൻ നിൽക്കുന്ന എന്നെ കണ്ട് ഫൈസൽ ചോദിച്ചു. കൂടെ അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. നിന്റെ ഫോൺ എവിടെ? നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ആര് വിളിച്ചു? നിങ്ങളെന്നെ വിളിച്ചായിരുന്നോ? ഞാനല്ല, നിന്റെ ചങ്ങായിയല്ലേ പറഞ്ഞത് നിന്നെ വിളിച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ലെന്ന്. ഏ, ആര്? അവരാരും എനിക്ക് വിളിച്ചില്ലല്ലോ. ആ, അതൊന്നും എനിക്കറിയില്ല. നീ തന്നെ ചോദിച്ചു നോക്ക്. അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് തന്നെ നടന്നു. കൊണ്ടുവന്ന കവറുമായി അവർ മേളിലേക്ക് കയറി. റൂമിൽ ചെന്ന എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ എന്തായാലും ഫൈസലിനെ വിളിച്ചിട്ടില്ല. എൻ്റെ ഫോണും വാങ്ങി അതിൽ നിന്നും എൻ്റെ നമ്പർ ഒപ്പിക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ. അവനെന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ കണ്ട കാര്യങ്ങൾ അവൻ ഫൈസലിനോടും കൂട്ടുകാരോടും പറയുമോ എന്നായിരുന്നു എൻ്റെ ഭയം. കാരണം എനിക്ക് ഫൈസൽ ഭർത്താവിൻ്റെ അനിയനാണ്. പക്ഷേ അവർക്ക് കട്ട ചങ്കാണ്. എൻ്റെ മണ്ട വീണ്ടും പുകയാൻ തുടങ്ങി. ഞാനും ഫൈസലും ഇതുവരെ അങ്ങനൊരു നോട്ടം പോലും നോക്കിയിട്ടില്ല. അവനെങ്ങാനും എല്ലാം പറഞ്ഞ ഇനിയുള്ള അവൻ്റെ പെരുമാറ്റം എങ്ങനെയാകുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഫൈസലിൻ്റെ വിളി വരല്ലേ എന്നോർത്ത് ഫോണും എടുത്ത് ഞാൻ കട്ടിലിരുന്നു. ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ. അത് കാരണം ഞാൻ വീണ്ടും ഷംനെ വിളിക്കാൻ തീരുമാനിച്ചു. ഫോണെടുത്ത് വിളിക്കാനൊരുങ്ങിയതും അവളിതാ ഇങ്ങോട്ട് വിളിക്കുന്നു. എടി, എന്തായിടി? അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ എന്നോട് ചോദിച്ചു. ഒന്നും ആയില്ലടി, പക്ഷേ മിക്കവാറും വല്ലതുമാകും. എന്തു പറ്റിയടി? ആരോടെങ്കിലും അവൻ പറഞ്ഞോ? ഇല്ല, പക്ഷേ അവനിപ്പോൾ എൻ്റെ നമ്പർ ഒപ്പിക്കാനുള്ള തിരക്കില്ല. ഓഹോ, അപ്പോൾ അവിടെ വരെ ആയില്ലേ കാര്യങ്ങൾ? ആ, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നെ കണ്ട മുതൽ അടങ്ങിയിരിക്കുന്നുണ്ടാവില്ല അല്ലടി. മുകളിലെ റൂമിൽ ബാത്റൂം ഇല്ലേ? ആ, ഉണ്ടല്ലോ. എന്താടി? ഏ, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കി അവൻ നോക്കിക്കോളും. ഏ, എന്തൊക്കെയാടി നീ പറയുന്നത്? നിന്നെ വിളിച്ചാൽ ഇതാ പ്രശ്നം. ഒന്നും മനസ്സിലാത്ത രീതിയിൽ നീ ഓരോന്ന് പറയൂ. ഞാൻ പറഞ്ഞു. അതിന് നിനക്ക് മനസ്സിലാവാത്തത് എൻ്റെ കുറ്റാണോ? ഇതിപ്പോൾ ഒരു ചെക്കൻ പറയുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? എന്നിട്ട് ബാക്കി പറ. നീ നമ്പർ കൊടുത്തോ? അവൾ ചോദിച്ചു. ആ,
ഞാൻ ഒലക്ക കൊടുക്കും. എനിക്ക് അതല്ലേ പണി, കണ്ടവർക്ക് നമ്പർ കൊടുക്കാൻ. അല്ലടി, അവൻ ആളെങ്ങനാ, കൊള്ളാവോ? ഓഫ്, എടി കഴുതേ, നിന്റെ കെട്ടിയോൻ അവിടെ കിടപ്പില്ലേ? ഗൾഫിലേക്ക് പോയിട്ടൊന്നും ഇല്ലല്ലോ. ആ, അതൊക്കെ അടുത്ത മാസം പോവും. നീ ഇത് പറ, ചെക്കൻ കൊള്ളാവോ? ഓഫ്, ഇതെന്തൊരവസ്ഥയാണ്. മനുഷ്യനെവിടെ തീരുന്നിരിക്കുമ്പോഴാണ് അവൾക്ക് വീണ വായന. ഏത് നേരത്താണെന്നാവോ നിന്നോട് ഇത് പറയാൻ തോന്നിയത്. എടി മുബീന, ഒന്ന് പറ, നീ പഴയ കാലമൊക്കെ മറന്നോ? ഇപ്പോൾ നീ ഒരു പുണ്യം വളർത്തി. പറയടി, കൊള്ളാവോ? ഓഫ്, പണ്ടാരടങ്ങാൻ. ആടി, കൊള്ളാം. കാണുന്നും തരക്കേടില്ല, മതിയോ? ആണോ? ഛേ, നിന്റെ വീട്ടിലായിപ്പോയി. ഇവിടെ വല്ലതുവാണെങ്കിൽ ഞാൻ പൊടിച്ചാനെ. എന്ത്, തേങ്ങയോ? അതിതുവരെ പൊളിഞ്ഞില്ലേ? അതിനെ പറ്റിയ ഒലയ്ക്കൊന്നും ഇവിടെ ആരുടെയും കയ്യിലില്ല. ഞാൻ കുറെ തിരഞ്ഞതാ. അല്ല മോളെ, മോൾക്കും ഉണ്ടായിരുന്നല്ലോ ഈ ഉലക്കമോഹം. ഡി, മിണ്ടാതിരുന്നോ? നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും ആ ഒലക്ക കൊണ്ട്. ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചിട്ട്. എൻ്റെ മോളെ, നീ പിണങ്ങല്ലേ. നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ നമ്പർ എനിക്ക് സംഘടിപ്പിച്ചതാ. ഞാൻ പറഞ്ഞോളാം അവനോട്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനങ്ങോട്ട് വരാം. അതാവുമ്പോൾ എനിക്ക് നേരിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാലോ. ആ, ബെസ്റ്റ്. കാക്കയുടെ വിശപ്പ് മാറും, പശുവിൻ്റെ കടിയും മാറും. നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. എങ്ങനെ സാധിക്കുന്നു നിനക്കിത്? ഞാൻ ചോദിച്ചു. ആ, വേണ്ടെങ്കിൽ വേണ്ട, നീ തന്നെ പറഞ്ഞോ. അവസാനം എല്ലാം ഫൈസിലറിയണം. പിന്നെ അവനത് ഉമ്മയോടും ഉപ്പയോടും കൂട്ടുകാരൊക്കെ പറഞ്ഞു നടക്കണം. അപ്പോഴേ നീ പഠിക്കൂ. ഞാൻ പോണ്, ആ കോന്തം വിളിക്കുന്നുണ്ട്. എടി പോകല്ലേ, എനിക്കാകെ പേടിയാവുന്നു. എടി ഞാൻ പോട്ടെ, അങ്ങനെ അവിടെ കിടന്ന് അലറുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് അവൾ പോയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഇതുവരെ വീട്ടുകാരെ കൊണ്ട് ഒരു മോശവും പറയിപ്പിക്കാതെ നടന്ന ഞാൻ ഇനിയെല്ലാം അവരറിഞ്ഞ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനാകെ വിഷമിച്ചിരുന്നു. മുബീന, നീ ഇതെവിടെ പോയി കിടക്ക? കിട്ടിയില്ലേ നിനക്ക്? ഞാൻ പതിയെ കൊട്ടയും എടുത്ത് ഉപ്പിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ അവിടെ പോയി കൊട്ടുണ്ടാക്കുമായിരുന്നോ? എത്ര നേരമായി പോയിട്ട്? അതുപ്പ ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല, അതാ. ആ, കാണില്ല. പ്രായം ഇപ്പോൾ അതല്ലേ. അല്ല, എൻ്റെ കെട്ടിയോളവിടെ. ഇവിടെ വരണ്ട സമയം കഴിഞ്ഞല്ലോ. അറിയില്ല ഉപ്പ, അവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഇങ്ങോട്ട് വിളിക്കണ്ട. അല്ല മോളെ, എന്താ നിന്റെ മുഖത്തൊരു തെളിയില്ലാത്തേ? ഉപ്പ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഉപ്പ, ഉപ്പാക്ക് ചുമ്മാ തോന്നുന്നതാ. അതെന്തായാലും അല്ല. എന്താന്ന് എനിക്ക് മനസ്സിലായി. അവനെങ്കിൽ വന്നോളൂ മോളെ, നീ വിഷമിക്കണ്ട. പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അതാണ് നിന്റെ പ്രശ്നം. ഓ, നിങ്ങൾ വന്നോ? ഉമ്മ ഒരു ചക്കയുമായി വീട്ടിലേക്ക് കയറി വന്നു. ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഉപ്പ ഉമ്മയുടെ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് ഞാൻ അവിടുന്ന് മെല്ലെ റൂമിലേക്ക് നടന്നു. ഓഫ്, എന്താ ഒരു ചക്ക! ആരും വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല മൂത്തിരിക്ക. ഉപ്പത് പറയുന്ന കേട്ട് നടക്കുന്ന ഞാൻ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. ഉപ്പ അപ്പോൾ ചക്കയും എടുത്ത് ഉമ്മയ്ക്ക് വെട്ടാനായി ടേബിളിലേക്ക് പൊക്കി വെക്കുമായിരുന്നു. എൻ്റെ ഉള്ളിലെത്തി അത് കണ്ടപ്പോൾ ഒന്ന് അടങ്ങി. ഏതൊരു നിമിഷം കൊണ്ട് ഞാനാകെ തീയിൽ കുളിച്ചു. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസം തന്നെ. ഞാൻ മനസ്സിൽ പ്രായിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ അടുക്കളയിൽ പോയി ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോൾ ഫൈസൽ അങ്ങോട്ട് വന്നു. അവനെ കണ്ടതും എൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ? എന്നെ കണ്ടതും അവൻ ചോദിച്ചു. ആടാ, കുറച്ച് വൈകി. നിങ്ങൾ കഴിച്ചില്ലേ? ആ, ഞങ്ങൾ കഴിച്ചു. അതും പറഞ്ഞ് അവൻ എൻ്റെ അടുത്തിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ്റെ കൂടെ ഇരുന്നിട്ട് പോലുമില്ല. എൻ്റെ ഉള്ളിൽ തീ കത്തിപ്പടരാൻ തുടങ്ങി. ഇത്തയുടെ സാധനങ്ങളെല്ലാം അവരെടുത്ത് തന്നില്ലേ? എൻ്റെ അടുത്തിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. അതും കൂടി കേട്ടപ്പോൾ തീയും പുകയും ഒരുമിച്ച് പടരാൻ തുടങ്ങി. ഇങ്ങനെ അടുത്തു വന്നിരിക്കാത്തവൻ്റെ ആ ഇരുത്തം എനിക്കെന്തോ പന്തയോട് തോന്നി. കൂടെ അവൻ്റെ ആ ചോദ്യവും. മറുപടി ഒന്നും പറയാതെ ഞാനൊന്ന് മൂളി. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും ഉമ്മ അങ്ങോട്ട് കയറി വന്നു. എന്താടാ, നീ ഒന്നും കഴിച്ചില്ലേ? ആ, കഴിച്ചു ഉമ്മ. പിന്നെ എന്തിനാടാ
അവളുടെ വായിലും നോക്കി നിൽക്കുന്നത്. എടുത്ത പാടെ ഉമ്മ അവനോട് ചോദിച്ചു. ഉമ്മ അങ്ങനെയാ, ആരെയും ഒരു പേടിയില്ല. അതുപോലെ തന്നെ എന്തവിടെ പറയണം, എങ്ങനെ പറയണമെന്ന് ഒരറിവുമില്ല. ഉമ്മയുടെ ആ ചോദ്യം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്തിരുന്ന ഫൈസൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവനെല്ലാം ഫൈസലിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തിനായിരിക്കും അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നത്? പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാര്യം നടത്താമായിരുന്നു. പക്ഷേ കല്യാണം കഴിയുന്ന മുതൽ ഒരു കുടുംബിനി, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കാര്യങ്ങളുടെ പോക്കെല്ലാം അതെല്ലാം മറികടക്കുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിൽ കയറാൻ തുടങ്ങി. പാതി ചോറും കഴിച്ച് പാത്രം കഴുകാനായി ഞാൻ എഴുന്നേറ്റപ്പോൾ, എന്താടി നിനക്ക് ചോറ് ഇറങ്ങുന്നില്ലേ? കണ്ണും വിളിച്ച് ഉമ്മ എന്നോട് ചോദിച്ചു. മതി ഉമ്മ, പോകുന്നില്ല. എന്നാൽ പിന്നെ നിനക്കായും തന്നെ കുറച്ച് ഇട്ടാൽ പോരെ, വെറുതെ വേസ്റ്റായില്ലേ? അരിക്കൊക്കെ ഇപ്പോൾ എന്താ വില? ഉമ്മയ്ക്കുള്ള മറുപടി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്ലേറ്റ് അവിടെ വെച്ച് റൂമിലേക്ക് നടന്നു. എൻ്റെ പോക്ക് കണ്ട് ഉമ്മ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടെൻഷനിൽ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. റൂമിൽ ചെന്ന് ഞാൻ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയെ റൂമിൽ കാണുന്നില്ല. പേടിയോടെ ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി ഹോളിലും സിറ്റ് ഔട്ടിലുമെല്ലാം തിരക്കി. പക്ഷേ അവിടെയൊന്നും കുട്ടിയെ ഞാൻ കണ്ടില്ല. ഉമ്മയോട് ചോദിച്ചാൽ മുട്ടൻ ചീത്തവിളി കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. ആരോട് ചോദിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മുകളിലെ കാര്യം ഓർമ്മ വന്നത്. ഇനിയെങ്ങാനും അങ്ങോട്ട് കയറിപ്പോയോ? ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ലെങ്കിലും ഇനി ഞാൻ അവിടെയും കൂടി തിരയാൻ ബാക്കിയുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങോട്ട് കയറി നോക്കാൻ നല്ല പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ കരച്ചിലോ സൗണ്ടും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതിയെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. സ്റ്റെപ്പ് കയറി മുകളിലത്തെ ഹോളിലെത്തിയതും ഫൈസൽ അവളെ കയ്യിലെടുത്തുകൊണ്ട് ഫോണിൽ ഗെയിം കളിപ്പിക്കുന്നു. ഇങ്ങനൊരു സ്നേഹപ്രകടനം ആദ്യമായിട്ടാണ് അവനിൽ നിന്നും ഞാൻ കാണുന്നത്. സാധാരണ ഒന്നെടുക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം കളിപ്പിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ കടയിൽ നിന്നും വരുമ്പോൾ മിഠായും കൊണ്ടുവരും. പക്ഷേ റൂമിൽ നിന്നും കുട്ടിയെ എടുത്തുകൊണ്ട് പോയി കളിപ്പിക്കാൻ മാത്രം അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവൻ്റെ പിറകിൽ നിൽക്കുന്ന കാര്യം അവൻ അറിഞ്ഞതുപോലുമില്ല. കുട്ടിയെ ഗെയിം കളിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വേറെ എവിടെയായിരുന്നു. എനിക്കാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ നിമിഷം. ഇക്കയുടെ ഭാര്യയാണ് ഞാനെന്ന് അവൻ മറക്കുമോ? അവനിനി എന്നെ വേണോ? എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം? രണ്ടും കൽപ്പിച്ച് കുറച്ചു നേരത്തേക്ക് എല്ലാം കടിച്ചൊതുക്കി ഞാൻ മോളെ വിളിച്ചു. ഡീ കള്ളത്തി, നീ ഇവിടെ വന്നിരിക്കുകയാണോ? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടതും ഫൈസൽ നെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കി, അതായത് ഇതിൻ്റെ തേർഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തേർഡ് പാർട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് പറയണേ. അപ്പോൾ ഇതുപോലുള്ള കഥകൾ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായും പച്ചക്കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.